ഗൈസ്, ഞങ്ങൾ ഈ കുഞ്ഞിനെ മരത്തിൽ നിന്ന് വീണ് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ ഇതിനെ സേവ് ചെയ്യാനായിട്ട് കിളിക്കൂട് ഉണ്ടാക്കുക. ഇതിന് ജീവനുണ്ട്. ഞങ്ങളിതിന് വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ ഇതിനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുണ്ടാക്കുക ഇതിന്. അതെ ചേച്ചി, താണ്ട് ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും. അപ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കും. മണപ്പുറത്ത് പോയി കച്ചി കിട്ടോ ചോദിക്കുക. ഇത്ര മതിയല്ലോ. കച്ചിയാണോ? ഇതിൻ്റെ ദേഹത്ത് കൊള്ളത്തിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാം. അത് കുടിക്കും. ഗൈസ്, ഞങ്ങൾ വെള്ളം കൊടുക്കുക. അത് കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പേടിയാവുകയാണ്. കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്ന കുഞ്ഞാട്ടോ ഗൈസ്. നാണ്ട കണ്ടോ, അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ടോ കണ്ണിങ്ങനെ. ഇനി നാക്ക് കണ്ടോ? നാക്ക് കണ്ടായിരുന്നു അതിൻ്റെ. കണ്ട ഒരു ഓറഞ്ച് കളറ്. ഇതിന് ജീവനോടെ കിട്ടിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോൾ. അതിൻ്റെ കൂട് കാണും ഗൈസ്, അതിൻ്റെ കൂട് ചരിഞ്ഞിരിക്കുക. അതെ, അതാണ് അതിൻ്റെ കൂട്. അത് ചരിഞ്ഞിരിക്കുക. ഞാൻ ഇച്ചിരി കൂടെ മാറി കാണിച്ചു തരാം. അതെ, അതിൻ്റെ കൂട് ചരിഞ്ഞിരിക്കുക കേട്ടോ. അതിനെ നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യണം അതിനെ. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ തിരിച്ച് റിലീസ് ചെയ്യാൻ. ദിവസം ആണെങ്കിൽ ഇതിന് കച്ചി പോയിട്ടുണ്ട് ദേ കൂടെ ഉണ്ടാക്കാൻ. കണ്ണ് തുറന്ന കണ്ടായിരുന്നോ? നഖമുണ്ട്. മാന്ത കിട്ടല്ലേ എൻ്റെ കയ്യിൽ നിന്ന്. നഖമുണ്ട്. വരുന്നോ? ചെറുതായിട്ട് ഫെതേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് അതെ സൂം ചെയ്യുമ്പോൾ കണ്ണടയ്ക്ക്. ഇവിടെ ഒരു തുള ഉണ്ടോ അതിൻ്റെ? ചെവിയായിരിക്കും. എനിക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ്ട് കണ്ടോ, ഒരു തുള കണ്ടോ? കരിയില കിളിയുടെ കുഞ്ഞ്. എൻ്റെ അമ്മ അതുകൊണ്ടിരിക്കുന്ന പറന്നു പോണു. അതുകൊണ്ട് പറന്നു പോണു. അവിടെയൊക്കെ കരിയില കിളികൾ ഇരിപ്പുണ്ട്. ദിവസം കച്ചിയും കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ കുഞ്ഞിനെ മാക്സിമം സേവ് ചെയ്യണം. ഇതെന്താ ഇത്രയും ടൈം എടുത്തേ? കാണണ്ടേ അവിടെ മണിമേശ്വരം അവിടെ ഒന്നും ഇല്ലായിരുന്നു. സോഫ്റ്റായിട്ടുള്ള എടുത്ത് വയ്ക്കുന്നത്. ഈ ചുള്ളിക്കമ്പ് പോലിരിക്കുന്ന അടി വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളത് മണ്ടയ്ക്ക് പോയി. ഇതിൽ തന്നെ വയ്ക്കാനൊന്നും അല്ല, ഇറക്കാൻ പേടിയാ. എനിക്കും പേടിയാ താഴെ വീണാലോ. വേണ്ട അതിന് വേനിക്കും. അതിനെ കുത്തല്ലേ ഗൈസ്. നമ്മൾ കിളിക്കൂടിലോട്ട് മാറ്റിയിട്ടുണ്ട് കുഞ്ഞിനെ. നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കൂടൊന്നും അത്രയ്ക്ക് ശരിയായിട്ടില്ല. ചത്തോ? ഇല്ല, ജീവനോടുണ്ട്. ചത്തു പോകാതിരുന്നാൽ മതിയായിരുന്നു. നിന്റെ ബോണൊക്കെ വെളി കാണുന്നുണ്ടോ? കണ്ടോ അവിടെ? ഞാൻ ഫോൺ പിടിക്കാം. കൈ കഴുകിയോ? എൻ്റെ അമ്മ എന്തിയേ? എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴേ. അതിന് വന്ന് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല അല്ലേ ഇതിന്? എടി, ഗ്രെയിൻസ് വല്ലതും ഉണ്ടോ? ഗ്രെയിൻസ്? എന്ത് ഗ്രെയിൻസാ? അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ല് പോലെ എന്തെങ്കിലും വേണം. ഗ്രെയിൻസ് ഫിഞ്ചസിന് കൊടുക്കുന്ന ഫീഡും ഇല്ല. പഞ്ഞിപ്പുല്ലുണ്ടോ? ഇവിടെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ? അറിയില്ല. ഇല്ലായിരിക്കും. കുറേ നാളെ മേടിച്ചിട്ട്. എന്ത് ഇനി തിന്നാൻ? ഇതിനെ എടുക്കണം. ശരി, നീ എല്ലാവരും പൊക്കാം. നമ്മളിതിനെ നമ്മുടെ വീട്ടിലുള്ള കൂടിൽ വെക്കാൻ പോവാണ്.
ഞങ്ങൾ കിളിയെയും കൊണ്ട് കൂട്ടി വെക്കാൻ പോവുകയാണ്. ഇതിനകത്ത് കിളിക്കുഞ്ഞുണ്ട്. എടി അത് അവിടെ വെക്കേടി കോരങ്ങി. അവിടെ വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴും. ഇതിനകത്ത് വീഴും. നമുക്ക് ഇതിനകത്ത് എനിക്കറിയത്തുമില്ല. ഞാൻ ഇതുവരെ കിളിക്കുഞ്ഞിനെ നോക്കിയിട്ടില്ല. മരം വെട്ടിയപ്പം കിട്ടിയ കിളിക്കൂട. അയ്യോ 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 അയ്യോ, അത്ര സാധനോടെ എടുത്തോണ്ടങ്ങ് പോയി. വിട് 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 വിട്. ഇതിനെ തൊടാനും പറ്റത്തില്ല. വിട്, ഏയ് വിട് ബ്രോ. ഇതെന്താ വിടാത്തത്? കുരുങ്ങിയിരിക്കുകയാണോ? അല്ല, അത് അറിഞ്ഞോണ്ട് പിടിച്ചതാ, പേടിച്ചിട്ട്. നമ്മുടെ കിളിക്കുഞ്ഞിനൊരു കൂടി കിട്ടി. ഇവനെ ആരെങ്കിലും എടുത്തോണ്ട് പോണേ. കാക്ക എടുത്തോണ്ട് പോതിരുന്നാൽ മതിയത്. കാക്കയൊക്കെ ഇവിടെ എപ്പോഴും ഉള്ളതാ. എന്തേലും പേരിടണം. ഇപ്പൊ പേര് കൺമണി. എന്താ? കൺമണി. ഗൈസ്, നമ്മുടെ ഈ കുഞ്ഞു കിളിയുടെ പേരാണ് കൺമണി. ആണാണോ പെണ്ണാണോ എന്നിങ്ങനെ അറിയില്ല. സോറി, അതെനിക്കറിയത്തില്ല. എനിക്ക് ഇതിനെ തൊടാൻ പേടിയാ. തൊടണ്ട.